നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. യു.പി. രാഷ്ട്രീയത്തിൽ ബി.ജെ.പിക്ക് മുന്നേറാൻ ഇനി കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ ടുഡേ പറഞ്ഞിരിക്കുന്ന ഒരു മുന്നേറ്റം ഇനി വൈകാതെ തന്നെ അത് സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇന്ത്യ ടുഡേ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്ക് 50-നും 60-നും ഇടയിലേക്ക് ഉള്ള സീറ്റുകളിലേക്ക് പോകും. അവരാദ്യം സർവേ നടത്തിയപ്പോൾ അതിൽ കൂടുതൽ എന്ന രീതിയിലേക്ക് പോയെങ്കിലും കാര്യമായ വികസനമൊന്നും യോഗി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നില്ല. പച്ചയ്ക്ക് വർഗീയത പറയുക, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വോട്ട് പിടിക്കുക, ഇതാണോ വികസനം? അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ക്ഷേത്രം, ഭക്തി, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേറെയാണ്. അത് രാഷ്ട്രീയമായി കൂട്ടിക്കലർത്തി വിജയിക്കാം എന്നുള്ള പതിവ് തന്ത്രം 2014-ലും 2019-ലും തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ടുള്ള ബി.ജെ.പി. നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനെ പൊളിച്ചടുക്കാൻ തന്നെയാണ് സമാജ്വാദിയുടെ ശക്തമായ നീക്കം. മണ്ഡൽ കമ്മീഷൻ രൂപീകൃതമായതോടുകൂടി അവിടെ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്ത പാർട്ടി സമാജ്വാദി പാർട്ടി തന്നെയാണ്. അവർ അധികാരത്തിലേക്ക് 2012-ൽ വന്നു. അവർ 2017 ആയപ്പോൾ അവിടെ വളരെയധികം മോശാവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അന്ന് കോൺഗ്രസുമായി സഖ്യമുണ്ടായിരുന്നു. പക്ഷേ 2022-ൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് ഷെയറായ 32% സമാജ്വാദി പാർട്ടിയെ എത്തിക്കാൻ കഴിഞ്ഞു. BSP മൊത്തത്തിൽ ബി.ജെ.പിക്ക് വോട്ട് മറിച്ചിട്ട് പോലും സമാജ്വാദി പാർട്ടി മുഖ്യ പ്രതിപക്ഷമാകുന്ന രീതിയിൽ ശക്തമായി തന്നെ അവിടെ നിലകൊണ്ടു. ഏകദേശം 40ഓളം സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയെ തോൽപ്പിക്കാൻ മായാവതി കൃത്യമായ നിർദ്ദേശം നൽകിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതോടുകൂടിയാണ് സമാജ്വാദി പാർട്ടി മായാവതിയെ തീണ്ടാപ്പാട് അകലെ നിർത്തിയത്. മായാവതി എന്നത് ചതിയുടെയും വഞ്ചനയുടെയും പര്യായമായി അഖിലേഷ് യാദവ് മുദ്ര കുത്തിയത് അങ്ങനെയാണ്. BSPക്ക് സമാജ്വാദി കൊടുത്ത ഔദാര്യമായിരുന്നു 10 ലോക്സഭാ സീറ്റുകൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ സമാജ്വാദി പാർട്ടിയാണ് പിന്നിൽ നിന്ന് കുത്തിയത്. അങ്ങനെയുള്ള മായാവതിക്കും BSPക്കും ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ ഒരു സ്ഥാനവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വേഴ്സസ് സമാജ്വാദി പാർട്ടി എന്ന രീതിയിൽ അമേത്തിയിൽ പോലും ഫിറോസ് വരുൺ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായി നടക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്, അമേത്തിയിൽ സംയുക്ത സ്ഥാനാർത്ഥി, അതായത് കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയായി ഫിറോസ് വരുൺ ഗാന്ധി മത്സരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ച സാഹചര്യമാണ്. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കും. കനൗജിൽ അഖിലേഷ് യാദവ് മത്സരിക്കും. അങ്ങനെയുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അസംഗഡിൽ അവിടെ അഖിലേഷ് യാദവിൻ്റെ പത്നിയായിട്ടുള്ള ഡിംപിൾ യാദവ്, സമാജ്വാദി പാർട്ടി നേതാവായിട്ടുള്ള ഡിംപിൾ യാദവ് വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ നേരിടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ശിവപാൽ യാദവും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുടെ മുഖ്യ നേതാക്കളും തെരഞ്ഞെടുപ്പിൽ അങ്ങോളം ഇങ്ങോളം പ്രചരണം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്.